ഹായ്. നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഓഫീസിലെ നമ്പറിൽ ഒരുപാട് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് വീഡിയോസിൻ്റെ ലിങ്ക് അയക്കാറുണ്ട്. അതായത് ഈ ഹോം ടൂർ വീഡിയോസിൻ്റെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പ്ലാൻ റെഡിയാക്കിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഒരു വീഡിയോ ൻ്റെ ലിങ്ക് അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടൈം കിട്ടാറുണ്ടായിരുന്നില്ല അതിൻ്റെ ആ സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ വീഡിയോ ഒരുപാട് തവണ കാണേണ്ടി വരും. എന്നിട്ട് അതിൽ കാര്യങ്ങളൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോസൊന്നും റീക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാനുകളില്ലാത്ത ഹോം ടൂർ വീഡിയോസിൻ്റെ പ്ലാനുകൾ റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ ഒരു വീഡിയോ ചെയ്തതാണ്. ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും നമുക്കിതിൻ്റെ തുടർന്നുള്ള ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് 6,00,000 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഒരു വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു 400 സ്ക്വയർ ഫീറ്റ് ആണ് അതിൽ ആ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ പ്ലാൻ ഉണ്ടാവുക എന്നത് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളൊന്നും അതിലുള്ളത് പോലെ തന്നെ ആയിരിക്കില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ അളവുകളൊക്കെ വ്യത്യാസം ഉണ്ടായെങ്കിലും ഏകദേശം ആ ഒരു വീടിൻ്റെ പ്ലാനുമായിട്ട് സാമ്യമുള്ള പ്ലാനായിരിക്കും നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് 6,00,000 രൂപയ്ക്കാണ് ആ ഒരു വീട് ചെയ്തതെന്നാണ്. 400 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിൻ്റെ പ്ലാൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചു തുടങ്ങുകയാണ്. നമുക്കിത് നോക്കുമ്പോൾ നമുക്കിതിലൊരു സിറ്റ് ഔട്ട് ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലാതെയാണ് ഈ ഒരു പ്ലാൻ വരുന്നത്. അപ്പോൾ നമുക്കിതിലൊരു ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതൊരു ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഒരു ഭിത്തിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ടും സ്ട്രെയിറ്റ് ലൈനാണ് ഭിത്തി വരുന്നത്. ഇവിടെ ഒന്നും കട്ടിങ്ങുകളില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് വരുന്ന ഒരു പ്ലാൻ ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്തായിട്ട് ഭിത്തിനോട് ഈ വശത്തെ ഭിത്തിനോട് ചേർന്നിട്ട് നമുക്കിവിടെ ഒരു 2 പാളിയുടെ വിൻഡോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് എനിക്ക് തോന്നുന്നൊരു ഒരു 1-1.5 ഫീറ്റ് ഗ്യാപ്പിന്ന് നമുക്കിവിടെ മെയിൻ ഡോറ് വരുന്നുണ്ട്. ഏതാണ്ട് അത്രയും തന്നെ ഗ്യാപ്പിൽ നമുക്കിവിടെ ഒരു 2 പാളിയുടെ വിൻഡോയും കാണാവുന്നതാണ്. ഇത് ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ സ്റ്റെപ്പാണ് വരുന്നത്. നമ്മൾ ഈ വീടിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഇവിടെ ഒരു ഭിത്തി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഭിത്തി നമ്മളിവിടെ വരയ്ക്കുകയാണ്. ഇങ്ങടാണ് ഡോറിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഇവിടെ ഒരു ഭിത്തി വരുന്നുണ്ട്. അപ്പോൾ ആ ഭിത്തി വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് വേറൊരു സ്ട്രെയിറ്റ് ഭിത്തി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളത് വരയ്ക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 2 പാളിയുടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെയും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ 2 ഡോറുകൾ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭിത്തിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു ഡോറ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഒരു ഡോറ് വരുന്നുണ്ട്. 2 ഡോറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ബെഡ്റൂമുകളുണ്ട് ഈ ഒരു പ്ലാനിൽ. ആ ബെഡ്റൂം ഇവിടെ ആയിരിക്കും വരിക. 2 ബെഡ്റൂമുകൾ. അപ്പോൾ ഈ 2 ഡോറിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഇവിടെ നമുക്ക് ബെഡ്റൂമിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭിത്തി വരുന്നത്. അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഈ ബെഡ്റൂമിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. 2 പാളിയുടെ വിൻഡോ. അതുപോലെ ഇവിടെയും. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പൊസിഷനിൽ നമുക്ക് കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ആയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ബെഡ് വരുന്നതെങ്കിൽ നമുക്കിവിടെ സെൻറ്ററിൽ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഈ വിൻഡോ നീക്കി കൊടുക്കാം. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കബോർഡ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമുക്ക് കൊടുക്കാം. തൽക്കാലത്തിന് ഇവിടെ ഒരു 2 പാളിയുടെ വിൻഡോ കൊടുക്കാം. ക്രോസ് വെന്റിലേഷൻ ആയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. ഈ 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സെയിം അളവിലുള്ള 2 ബെഡ്റൂമുകൾ തന്നെയായിരിക്കും ഇവിടെ വരിക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭിത്തി സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെ കട്ടിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭിത്തി സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 2 പാളിയുടെ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമും ലിവിങ് ഹാളും സെറ്റായി. നമുക്ക് ഇവിടെയാണ് സോഫയും കാര്യങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ലിവിങ്ങിൽ നിന്ന് കിച്ചണിലേക്കുള്ള ഒരു ഓപ്പണിങ് ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇതിലൊരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ
കിച്ചണിൻ്റെ പുറത്തേക്കുള്ള ഒരു ഡോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ട് പിന്നെ ഈ ഒരു വീട്ടിൽ പുറത്തൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഈ ഒരു വീഡിയോയിൽ അത് ഈ വീഡിയോയിൽ അങ്ങനെ കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. നമ്മൾ പുറമേ നിന്നുള്ള നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയ ഇതിൽ ഷീറ്റ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ 400 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഈ ഒരു എന്താണ് വർക്ക് ഏരിയ ഉൾപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വർക്ക് ഏരിയ നമുക്ക് ഇത്രയും മതിയെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത്ര ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാവുന്നതാണ് വർക്ക് ഏരിയ. അപ്പോൾ നമുക്കിവിടെ കിച്ചൺ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഇവിടെ ഉണ്ട്. 2 ബെഡ്റൂമുകൾ. ഇത് ലിവിങ് ഹാള്, ലിവിങ് കം ഡൈനിങ് ഹാള്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടി. ഇതിൻ്റെ അളവുകൾ നമുക്ക് എന്താണ് ഈ ഒരു വീട്ടിൻ്റെ ഒരു ഈ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അളവുകളൊന്നും കിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ 400 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊരു 15 ടു 20 ഫീറ്റ് ഈ ഒരു ഡയമെൻഷൻ ഉണ്ടാവാനുള്ള ഈ ഒരു നീളം ഉണ്ടാവാനും, അതുപോലെ തന്നെ അതായത് ഒരു 6 മീറ്റർ വരെ മാക്സിമം 6 മീറ്റർ വരെ നമുക്ക് ഈ ഒരു ലെങ്ത് ഉണ്ടാവാനും, അതുപോലെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു 10 ബെഡ്റൂമുകൾ വേണമെങ്കിലും നമുക്ക് ഈ 400 സ്ക്വയർ ഫീറ്റ് ഉൾപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അളവുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 9 അല്ലെങ്കിൽ 9 അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൻ്റെ അളവ് കുറയാനായിട്ടും, അതുപോലെ തന്നെ ഹോൾ ഇങ്ങനെ വന്നാലും ഒരു 6 മീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ നമുക്കത് കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വന്നാലൊരു 7 മീറ്റർ മുതൽ 7 മീറ്റർ വരെയെങ്കിലും നമുക്കിതിൻ്റെ ഒരു ലെങ്ത് മാക്സിമം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 400 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു എന്താണ് പ്ലാൻ്റെ ഏരിയ നിർത്തേണ്ടതുണ്ട്. ഇതിൽ വീഡിയോയിൽ പറയുന്നത് 6 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വരുന്നതെന്നാണ്. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് 6 ലക്ഷം രൂപ നിൽക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൽ പറയുന്നത് അവർ സ്വന്തമായിട്ട് മെറ്റീരിയൽസും പണിക്കാരൊക്കെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൽ 6 ലക്ഷം രൂപ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ അതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഏകദേശം പ്ലാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈൻ സ്കെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് CAD-ൽ വരയ്ക്കുകയാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ അളവുകൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് 400 സ്ക്വയർ ഫീറ്റിലേക്ക് പറ്റുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ അളവുകൾ കുറയ്ക്കുക. അതായത് ഇപ്പോൾ 10 ബെഡ്റൂം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. മാക്സിമം പോയാൽ ഒരു 10 കിട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. ലിവിങ് ഹാൾ നമുക്ക് ഈ ഒരു സൈഡ് ഈ ഒരു ലിവിങ് ഹാളിൻ്റെ ഈ ഒരു നീളം നമുക്ക് 10 അടി അല്ലെങ്കിൽ 3 മീറ്റർ ഒക്കെ മാക്സിമം വരാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു 6 മീറ്റർ കിട്ടുമോ എന്നറിയില്ല. എങ്കിലും നമുക്ക് എനിക്ക് തോന്നുന്നൊരു 4-4.5 മീറ്ററൊക്കെ ആയിരിക്കും ഈ ഒരു ലെങ്ത് ഉണ്ടാകാനുള്ള സാധ്യത. കൂടിപ്പോയി 5 മീറ്റർ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. കിച്ചൺ എനിക്ക് തോന്നുന്നൊരു 8-8 അല്ലെങ്കിൽ ആ ഒരു 8-9 അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു കിച്ചണും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് പ്ലാൻ വരച്ചിട്ട് നോക്കാം. നമ്മുടെ പ്ലാൻ റെഡി ആയിട്ടുണ്ട്. 420 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു പ്ലാൻ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. നമ്മൾ ഈ ഒരു പ്ലാനിൽ സെറ്റ് ഔട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. 240-408 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് നമുക്കിവിടെ ലിവിങ് ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകളൂടെ കാണാവുന്നതാണ്. 240-270 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 250-270 സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. 120-180 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ ഈ ഒരു കോമൺ ബാത്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് കിച്ചൺ 250-210 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മളെടുത്ത പ്ലാനിൽ ഉള്ളത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. കൂടുതൽ അറിയാനായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമെങ്കിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.